എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ഇല്ല എന്ന വിവരമാണ് പുറത്തു വന്നത്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ലൈംഗിക പീഡന കേസ് ഉള്ളതിനാലാണ് തീരുമാനം. കുന്നപ്പള്ളിക്കെതിരായ കേസ് 26-ന് വരുന്നതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിത്വം അനുവദിക്കാനാവില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലവിലെ നിലപാട്. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, എൽദോസിന് പകരം ആര്? കഴിഞ്ഞ മണിക്കൂറിൽ അല്പം മുൻപാണ് എൽദോസ് കുന്നപ്പള്ളി മാധ്യമങ്ങളെയൊക്കെ കണ്ടത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. അതായത് സ്ഥാനാർത്ഥി മാറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തനിക്ക് സീറ്റില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും കിട്ടിയിട്ടില്ല. താൻ ഒരിക്കലും സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. MLA ആകാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം കൊണ്ടാണ്. 10 വർഷത്തിനിടെ പെരുമ്പാവൂരിൽ അസാധ്യമായ പലതും തനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞിരുന്നു. ആൽവിൻ നമുക്കൊപ്പം ചേർന്നുണ്ട് വിവരങ്ങളുമായി. ആൽവിൻ, ഗുഡ്. ഇന്ന് കുറച്ചു മുൻപ് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെയും മറ്റ് പാർട്ടി പ്രവർത്തകരുടെയും പരിപൂർണമായ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. 15,000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടെ ഇക്കുറിയും മത്സരിക്കാൻ നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ഇതിനൊക്കെയും പുറമെ ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഈ സഭകളുടെ ഒരു സമ്മർദ്ദം പാർട്ടിക്ക് മേലുണ്ടെന്നാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ എൽദോസിന്റെ അതിന് മറുപടി എല്ലാ ക്രിസ്ത്യൻ സഭകളും തന്നെ പിന്തുണയ്ക്കുന്നു എന്നാണ്. കഴിഞ്ഞ വട്ടവും ഞാൻ ജയിച്ചത് അങ്ങനെ ആ പിന്തുണ കൊണ്ട് തന്നെ എന്നാണ് എൽദോസ് പറയുന്നത്. അപ്പോൾ ഈ എൽദോസിന്റെ കാര്യത്തിൽ എന്താവും ഇനിയൊരു തീരുമാനം വരെ? ഒരു മാറിയൊരു തീരുമാനം വരാനുള്ള സാധ്യതയുണ്ടോ? എൽദോസ് ഡൽഹിക്ക് വണ്ടി കയറുന്നു എന്ന് അറിയുന്നു. ആൽവിൻ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എൽദോസിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. എൽദോസ് കുന്നപ്പള്ളി വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ഘട്ടത്തിലും ഉള്ളത് എങ്കിൽ പോലും ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് സീറ്റ് ഇത്തവണ ഉണ്ടാകില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നു. ലൈംഗിക ചൂഷണ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഉടൻ തന്നെ കോടതിയിൽ വരുന്നുമുണ്ട്. ആ ഘട്ടത്തിൽ അത് തിരിച്ചടിയാകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അതേ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ തുടരുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് 2 പേരുകളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഒന്ന്, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ പേരാണ് പെരുമ്പാവൂരിൽ ഉയർന്നു കേൾക്കുന്നത്. 2, മനോജ് മൂത്തേടൻ ഇപ്പോൾ എറണാകുളത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. മനോജ് മൂത്തേടന് വേണ്ടി ഇപ്പോൾ സഭയുടെ അനൗദ്യോഗികമായ സംഘടനകൾ അടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ പ്രതിനിധികളടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് മനോജ് മൂത്തേടനെ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് എൽദോസ് കുന്നപ്പള്ളി ഇല്ല എങ്കിൽ എന്നുള്ളതാണ് അവരുടെ നിലപാടായി അവർ അറിയിച്ചിട്ടുള്ളത്. എൽദോസ് കുന്നപ്പള്ളി നമുക്കറിയാവുന്നതുപോലെ മനോജ് മൂത്തേടൻ RC വിഭാഗത്തിൽ, കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്. സ്വാഭാവികമായും അത്തരത്തിൽ സഭകളുടെ സമ്മർദ്ദം അങ്ങനെ ഉണ്ടാകും എന്നുള്ളതായിരിക്കാം ഉണ്ടാകാൻ സാധ്യതയാണ് ഉണ്ടാകുക. പക്ഷേ സഭകൾ നേരിട്ട് ഇതിനൊരു സമ്മർദ്ദത്തിലേക്ക് എത്തുന്നില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. സഭകളുമായി ബന്ധപ്പെട്ടുള്ള ചില സംഘടനകൾ അവരാണ് ഇപ്പോൾ മനോജ് മൂത്തേടന് വേണ്ടിയുള്ള പേര് നിർദ്ദേശിക്കപ്പെട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിനായി VD സതീശൻ വളരെയേറെ പ്രയത്നിക്കുന്നുണ്ട് സീറ്റ് നൽകുന്നതിന് വേണ്ടി. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെയും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എറണാകുളത്ത് ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് മുഹമ്മദ് ഷിയാസിന് നൽകുമെന്നുള്ള ചർച്ചകളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെയും അവിടെ ലാറ്റിൻ വിഭാഗം അടക്കമുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആ ചർച്ചകൾ തള്ളിപ്പോവുകയായിരുന്നു. ഇപ്പോൾ പെരുമ്പാവൂർ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുസ്ലിം വിഭാഗം വലിയ കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പെരുമ്പാവൂർ മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഷിയാസിനെ പരിഗണിക്കുകയാണെങ്കിൽ VD സതീശൻ നേരിട്ട് തന്നെ ഈ സഭകളുമായുള്ള പ്രതിനിധികളുമായുള്ള ചർച്ചകളൊക്കെ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഷിയാസിന് ഗുണകരമായി വന്നേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ 2 പേരുകളാണ് പ്രധാനമായും ഉള്ളത്. മറ്റൊരു പേര് ഉയർന്നു കേൾക്കുന്നത് ഉല്ലാസ് തോമസിൻ്റെതാണ്. ഉല്ലാസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് എറണാകുളത്തെ. അദ്ദേഹത്തിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രധാനമായും ഈ മുഹമ്മദ് ഷിയാസിൻ്റെയും മനോജ് മൂത്തേടൻ്റെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ ഇവരിൽ ഒരാളായിരിക്കും പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകേണ്ട എന്ന കാര്യത്തിലേക്ക് കൂടുതലായി ശക്തിയുക്തം വാദിക്കുന്നത് VD സതീശനാണ് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് കാരണം ഈ കേസ് തന്നെയാണ്. ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടുകൂടിയാണ് അത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളി ഇത്തവണ സീറ്റ് നൽകേണ്ട എന്നുള്ളൊരു നിലപാട് VD സതീശൻ സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഗ്രൂപ്പ് നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും എൽദോസ് ഡൽഹിയിലേക്ക് വണ്ടി കയറുകയാണ്. നമുക്കറിയേണ്ടത് ഇനിയുള്ള മണിക്കൂറുകളിലെ ട്വിസ്റ്റ് ഇനി എന്താവും എന്നുള്ളതാണ്. അതാണ് ഇനി അറിയേണ്ടത്. ആൽവിൻ, ഇനി ഓരോ നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുമ്പോഴൊക്കെ ഇവരുടെ പ്രതികരണം, ഇവരുടെ നീക്കവുമൊക്കെ ഇനി എന്താകുമെന്ന് വേണം കാത്തിരുന്നറിയാൻ. പക്ഷേ